ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അർജുൻ. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ ടെക് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു വെച്ചാൽ ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയുവാൻ സാധിക്കും. ഇനി മുതൽ നിങ്ങൾക്ക് ടെക് അറിവുകൾ ഫേസ്ബുക്കിലൂടെയും ലഭിക്കുന്നതായിരിക്കും. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം: ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നീട് വരുന്ന ഫോളോയിങ് ബട്ടൺ പ്രസ് ചെയ്ത് സീഫസ് കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. കൂട്ടുകാരെ, ജിയോയുടെ ഏറ്റവും ചെറിയ ഫോണായ ജിയോ ഫോൺ പുറത്തിറങ്ങിയിട്ട് കുറച്ചു കാലമായല്ലോ. പുറത്തിറങ്ങിയ അന്നു മുതൽ തന്നെ ഈ ഒരു ഫോൺ കുറേയധികം ആളുകൾ സ്വന്തമാക്കി. ഏതൊരാൾക്കും താങ്ങാനാവുന്ന വിലയിൽ 4G വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ എന്ന സവിശേഷതയാണ് ജിയോ ഫോണിനെ ഇത്രയധികം ഹിറ്റാക്കി മാറ്റിയത്. ജിയോ ഫോൺ വന്നത് മുതൽ തന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിൽ വാട്സപ്പ് വരുമോ എന്നുള്ളത്. ഈ ഒരു ഫോണിൽ വാട്സപ്പ് ഒരിക്കലും സപ്പോർട്ട് ആവില്ല, അല്ലെങ്കിൽ ഈ ഒരു ഫോണിൽ വാട്സപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പല അഭ്യൂഹങ്ങളും മുൻപ് തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തരത്തിൽ പരന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്കുള്ള ഒരു മറുപടിയായി ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വാർത്ത എന്നത് ജിയോ ഫോണിൽ ഉടൻ തന്നെ വാട്സപ്പ് വരും എന്നുള്ളതാണ്. ജിയോ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കൈ OS ആണ്. ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന വാട്സപ്പ് ഇല്ലാതിരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വാട്സപ്പ് സപ്പോർട്ട് ചെയ്യേണ്ട ചില ഘടകങ്ങൾ ഇല്ലാത്തതുകൊണ്ടോ ആണ് ഇത്രയും നാൾ ജിയോ ഫോണിൽ വാട്സപ്പ് കൊണ്ടുവരാതിരുന്നത്. എന്നാൽ ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വാട്സപ്പ് സപ്പോർട്ട് ചെയ്യിക്കാനുള്ള പരീക്ഷണങ്ങൾ ജിയോ തുടങ്ങിക്കഴിഞ്ഞു. വൈകാതെ തന്നെ ഇത് സക്സസ് ആവും എന്നാണ് പലയിടത്തു നിന്നും കിട്ടുന്ന റിപ്പോർട്ട്. അതായത് ജിയോ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ കൈ OSനെ സപ്പോർട്ട് ചെയ്യുന്ന വാട്സപ്പ് അടുത്തു തന്നെ കമ്പനി പുറത്തിറക്കിയേക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജിയോ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ഇരട്ടി ആളുകൾ പിന്നീട് ജിയോ ഫോൺ ഉപയോഗിക്കും. വളരെ തുച്ഛമായ വിലയിൽ ഒരു 4G വോൾട്ടി ഹാൻഡ്സെറ്റ് എന്ന സവിശേഷതയും അതുപോലെ തന്നെ വാട്സപ്പ് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേകതയും കൊണ്ട് ഈ ഒരു ഫോൺ വളരെയധികം ജനപ്രീതി നേടും. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഈ ഒരു ഫോണിൽ വാട്സപ്പ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് പലർക്കും ഒരു പോരായ്മ തന്നെയായിരുന്നു. എങ്ങനെയായാലും ഈ ഒരു ഫോണിൽ വാട്സപ്പ് സപ്പോർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഉപഭോക്താക്കൾക്ക് വളരെയധികം ഗുണകരമാവുന്ന ഒന്നായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റ്സ് ഈ ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ഷെയർ ബട്ടൺ പ്രസ് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ചിലപ്പോൾ അവർക്കും ഇത് ഉപകാരപ്പെട്ടേക്കാം. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് വരും ദിവസങ്ങളിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് പിന്നീട് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.